ഹലോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ ക്രിസ്മസ് വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ വലിയ സംഭവം ഒന്നുമില്ല കേട്ടോ, ഒരു ഹോം വ്ലോഗ് പോലെ കരുതിയാൽ മതി. അയ്യോ, ജലദോഷമാണ്. ഞാൻ ഇങ്ങനെ രാവിലെ കുളിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്ന് വരുന്ന സമയം ഇപ്പം ഉടുപ്പ് തിരിച്ചായിട്ടേക്കുന്ന ഉടുപ്പ് തിരിച്ചായിട്ടേക്കുന്നേ. എനിക്കിപ്പോൾ പുതിയ ഉടുപ്പ് കിട്ടാനായിരിക്കും. നമ്മളങ്ങനെ പണ്ട് പറയില്ല, ഉടുപ്പ് തിരിച്ചിട്ടാൽ നമുക്ക് പുതിയ ഉടുപ്പ് കിട്ടുമെന്ന്. കഴുത്ത് ടൈറ്റ് ആയിപ്പോൾ കേട്ടോ, ഞാൻ നോക്കണേ. ഓക്കെ, അപ്പം ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം. ഇതെന്താ ഇങ്ങനെ വെട്ടം കൂടിയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഒരു ഇത്. ശരി, അപ്പം ഇന്ന് രാവിലെ കഴിക്കാൻ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. നല്ല അപ്പവും ചിക്കൻ കറി വയ്ക്കാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഭയങ്കര സ്പെഷ്യലാണ് ഗൈസ്. ഞങ്ങൾ ചിക്കൻ ബിരിയാണി വെക്കുകയാണ്. കാരണം ഇവിടെ അങ്ങനെ ബിരിയാണി വെക്കാറില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് അമ്മ ഒരു യൂട്യൂബ് നോക്കിയിട്ട് ബിരിയാണി ട്രൈ ചെയ്തു. അത് ഭയങ്കര സക്സസ് ആയി കേട്ടോ. സോ അതിനുശേഷം വെച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അന്ന് ഫസ്റ്റ് വെച്ചത് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ ചിക്കൻ ബിരിയാണിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോവാം. എൻ്റെ ചുണ്ട് കണ്ടോ ഭയങ്കര വീർത്തിരിക്കുന്നത്. ഇനി ആരെയും ചോദിക്കുകയും ഞാൻ ലിപ്പിൽ വല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്തോന്നു. നമുക്ക് ഈ തണുപ്പ് സമയമാകുമ്പോൾ ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ വീർത്തിരിക്കില്ല. അത് നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടാവുമോ? എനിക്ക് എല്ലാം ഈ ഒരു വിൻ്റർ സമയത്ത് എപ്പോഴും വരുന്നതാണ്. ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര ഇങ്ങനെ വീർത്തിരിക്കും. ഒരു പ്ലംബി ലിപ്പ്, പക്ഷെ കൊള്ളാമല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. അടുക്കള നല്ല അലങ്കോലമായിട്ടായിരിക്കുന്നത്. അയ്യോ, ഞാനേ കഴിഞ്ഞ ദിവസം ഇത് മറ്റേ സാധനം, ഇത് കമ്പിളി നാരങ്ങയുടെ വേറെ റൈറ്റാ. ഓ, പുളി വരാൻ കാരണം ഇതിനകത്ത് മറ്റേ ഇവൻ കത്തി വെച്ച് കട്ട് ചെയ്തതുകൊണ്ടാണ് പുളി വന്നത്. ഇതെന്താന്ന് വെച്ചാല് നമ്മൾ ലുലുമോളിൽ കണ്ട ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ അത് അത്യാവശ്യം ഇത് ഈ വലുപ്പമുണ്ട്. അപ്പോൾ ഇതിന് ഭയങ്കര ലുലുമോളല്ല, പോത്തീസ് കഴിഞ്ഞ ദിവസം പർച്ചേസ് ചെയ്യാൻ പോയില്ലേ, അപ്പോൾ വാങ്ങിച്ചാ. ആക്ച്വലി ഇത് നല്ല കളറുണ്ട്. ഇത് നമ്മൾ പിച്ചാത്തി തൊട്ടാൽ ചിലപ്പോൾ കഴിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ നല്ല കയ്പുണ്ട്. നമ്മൾ രാവിലെ നല്ല അപ്പം, പിന്നെ അപ്പത്തിന് പ്രത്യേക ഡിസൈൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ബിരിയാണി ഓൾമോസ്റ്റ് റെഡിയാണ്. അയ്യോ, എഴുന്നേറ്റ് വന്നതാ 11 മണിക്ക്. ഓക്കെ, അപ്പോൾ ബിരിയാണി. പക്ഷെ ഇന്ന് ബിരിയാണിയുടെ കളറിൽ മാറ്റമൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഞാൻ പറയാം. അപ്പം ഞാൻ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ. ക്രിസ്മസ് ആയിട്ട് തന്നെ നമ്മൾ പുതിയ ബെഡ് പൊട്ടിക്കാന്ന് വിചാരിച്ചു. ഫാൻ ഇട്ടോട്ടെ. അപ്പോൾ ഈ ബെഡിന്, ഇത് അമ്മയുടെ റൂമാണ്. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ റൂമേ കഴിഞ്ഞ 4 വർഷത്തെ വ്ളോഗിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകത്തില്ല. 4 വർഷം ആയില്ല വ്ളോഗ് തുടങ്ങിയിട്ട്. നമ്മുടെ വ്ളോഗിനകത്ത് നമ്മൾ ഈ റൂം കാണിച്ചിട്ടില്ല. ഇതിനകത്ത് മൊത്തം സാധനങ്ങളൊക്കെ ആയിട്ട് നിറച്ച് വെച്ചിരുന്നതാ. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? അവിടുത്തെ ഫാൻ ഓഫ് ചെയ്യുന്ന. ഓക്കെ, അപ്പൊ ഈ ബെഡ് നമ്മൾ 2 ബെഡായിട്ട് വാങ്ങിച്ചത്. ഫ്ലോ മാട്രസിന്റെ മാട്രസ് ആണ് വാങ്ങിച്ചത്. കണ്ടോ, ഒരു ക്യാപ്സൂള് പോലെയാണ് നമുക്കിത് അവര് അയക്കുന്നത്. ഇത് പൊട്ടിക്കുമ്പോഴാണ് ഇതിനകത്തുനിന്ന് സംഭവം വലിയതായിട്ട് വരുന്നത്. അപ്പം ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരെണ്ണം എന്റെ റൂമിലേക്ക് ഞാൻ ഇന്നലെ പൊട്ടിച്ചു. സൂപ്പറാണ്. അപ്പൊ ഈ ബെഡ് പെപ്സിന്റെ എത്ര 13 വർഷമായി. 14 വർഷം 14 വർഷം മുന്നേ നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പൊ ആക്ച്വലി ഇതിന്റെ ആ ഒരു ഇതൊക്കെ പോയി. ഇത് എവിടെ കയറി വരുവാ? അപ്പൊ നമ്മൾ ഇത് മാറ്റിയിട്ട് അമ്മയ്ക്ക് ഒരു ബെഡ് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ആദ്യം ബെഡ് മാറ്റിയിട്ട് ഇത് പൊട്ടിക്കാം. അത് മാറ്റണ്ടായാലും മണ്ടയിട്ടാ പോലെ. മണ്ടത്തരം പറയാതെ അറിയിപ്പോ സ്ത്രീയെ. ബെഡ് മാറ്റാൻ ഇങ്ങോട്ട് വാ. ഈ ബെഡ് ആന്റി ഗ്രാവിറ്റി ബെഡാണ്. ഞാൻ എടുത്തത് ഓർത്തോ മാട്രസ് ആണ്. കണ്ടോ, ഇതിന്റെ വാറണ്ടി കാർഡ് 10 വർഷം വാറണ്ടി ഉണ്ട് നമ്മുടെ ഈ ഒരു മാട്രസിന്. ആൻഡ് 100 നൈറ്റ് ഫ്രീ ട്രയൽ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ബെഡ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഈ ബെഡിൽ കിടന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് മാറ്റിത്തരും. എക്സ്ചേഞ്ച് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് റിട്ടേൺ എടുക്കാം. അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിന് പേടിയും വേണ്ട. അപ്പൊ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത ഇതിന് വീർത്ത് വരുന്ന കാണാൻ നല്ല രസമാണ്. ഏവനെ കറക്റ്റ് ആയിരുന്നാ മതി മാട്രസ്. എനിക്കൊരു സംശയം, ഇത് ഫാമിലി കോട്ടിന്റെ, ഇത് ഫാമിലി കോട്ട് കട്ടില്ല, നീ ഡബിൾ കോട്ടിന് കട്ടിലാണ് കൊടുത്തത്. ഞാൻ ഫാമിലി കോട്ടിൽ ഓർഡർ കൊടുത്തെങ്കിൽ എനിക്ക് കണ്ടിട്ട് ഇത് ഫാമിലി കോട്ടല്ല, ഇത് ഡബിൾ കോട്ടാ. നിങ്ങളുടെ കട്ടിന്റെ ആന്റിയാ. ഇത് ഡബിൾ കോട്ടല്ലേ? അല്ല, ഇത് ഡബിൾ കോട്ടല്ലേ പറഞ്ഞേ. സിംഗിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഈ ബെഡ് മതി. നീ പറഞ്ഞ ഞാൻ സിംഗിൾ ആവുക. ഒറ്റയ്ക്ക് കിടക്കാൻ ഇതൊക്കെ ധാരാളം. അറിഞ്ഞൂടെ? അമ്മയെ പോലെ മന്ദബുദ്ധി അല്ല അയക്കുന്ന ആൾക്കാർ. ആരും ഓർമ്മ വേണം കേട്ടല്ലോ. ഇങ്ങനായിരുന്നു.
വൃത്തിയാ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നീ 2 ഉണ്ടായത്. അതിപ്പോ നമുക്ക് പങ്കില്ലല്ലോ guys. നിങ്ങൾ പങ്കില്ലാതെ നമ്മളെന്ത് ചെയ്ത് അതിനകത്ത് എന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അവിടെ മോളിൽ കയറ്. ഇതിന്റെ വേറൊരു പ്രത്യേകതയാണ് ഇത് ബെൻഡ് ആകില്ല ആൻഡ് സാഗി ആകില്ല. അതുകൊണ്ട് തന്നെ 10 വർഷം വാറന്റി ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ. എന്റേതിനെക്കാട്ടിലും സോഫ്റ്റ് ആണ്. എന്റേത് ഓർത്തോ മാട്രസ് ആണ്, ഇത് ആന്റി ഗ്രാവിറ്റി മാട്രസ് ആണ്. എന്റേതിനെക്കാട്ടിലും അതായത് ഞാൻ മുകളിൽ എടുത്തതിനേക്കാളും ഭയങ്കര സോഫ്റ്റ് മാട്രസ് ആട്ടോ ഇത്. നമുക്കിത് വാഷബിൾ ആണ്. ഇതാ കണ്ടോ, ഈ ഇവിടെ ഒരു സിബും കവറും കൊടുത്തിട്ടുണ്ട്. ഇത് എടുത്തിട്ട് നമുക്കിത് വാഷ് ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്കിത് എടുത്ത് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് പറ്റും. അങ്ങനെ ഭയങ്കര വെയിറ്റും സംഭവങ്ങളൊന്നും അല്ല, ഭയങ്കര സോഫ്റ്റ് ആണ്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ 3D എയർ ഫ്ലോ മാട്രസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിനെ 5 ഡിഗ്രി വരെ കൂളർ ആക്കും വിത്തൗട്ട് AC. ആൻഡ് വേറെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, ഞാൻ ഈ അമ്മയുടെ കൂടെ കിടക്കുമ്പോൾ ഞാനാണെങ്കിൽ അമ്മയും ഞങ്ങൾ 3 പേരും ഒരുമിച്ചായിരിക്കട്ടെ കിടക്കുന്നത്, അമ്മയും അമ്മയും ഞാനും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആർക്കെങ്കിലും വാഷ്റൂമിൽ പോകാനൊക്കെ ആരെങ്കിലും എണീക്കുമ്പോൾ എപ്പോഴും കണ്ട് ചീത്ത വിളിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു മാട്രസിന് അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. ദാറ്റ് മീൻസ് 0 ഡിസ്റ്റർബൻസ്, 0 പാർട്ട്ണർ ഡിസ്റ്റർബൻസ് ആണ്. ഞാൻ കാണിച്ചുതരാം അതെന്നെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ട്. ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇനി ഞാൻ ഇവിടെ കിടന്ന് തുള്ളിച്ചാടും അമ്മച്ചി. നമ്മൾ ഇനി എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയാലും എഴുന്നേറ്റ് പോയാലും കിടന്ന് തുള്ളി ചാടിയാലും അടുത്ത് കിടക്കുന്ന ആൾക്കാർക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവത്തില്ല. അത്രയ്ക്കും സൂപ്പറാണ് കേട്ടോ. എനിക്ക് ഇതിന്റെ ഫോം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സോഫ്റ്റ് ആണേ. പില്ലോയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പില്ലോയും ബെഡ്ഷീറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ബെഡ്ഷീറ്റിനും അവർ ഞാൻ പറയും. പില്ലോ ഫസ്റ്റ് ഞാൻ പൊടിച്ച് കാണിച്ചു തരാം. നല്ല കിടിലും പാക്കിങ്ങിലാട്ടോ ഇവരുടെ ആ ഒരു ഇത് അവരുടെ വാറണ്ടി കാർഡാണേ. എല്ലാത്തിനും വാറണ്ടി കാർഡ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ പില്ലോയും ഭയങ്കര ഇഷ്ടമാണ്. കണ്ടത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ കറക്റ്റ് ഫോമിൽ ഇത് വരും. ബെഡ് സൂപ്പർ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോയാണിത്. ആൻഡ് ഇതിനും കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇത് എക്സ്ട്രാ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ബാക്ക് സ്ലീപ്പേഴ്സിനും സ്റ്റൊമക്കിനുമാണ് ഇവർ കൂടുതലും റെഫർ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു പില്ലോ. നമുക്ക് ഈ പില്ലോ വാഷ് ചെയ്യാൻ എളുപ്പമാണ്. അതാണോ ഇത് ഊരിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ആൻഡ് വേറെ ഹൈലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ചെറുതാക്കാം. നമുക്ക് ഇപ്പം ഇതിനകത്ത് ഇത്രയും ഈ ഒരു തിക്നെസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ വന്നിട്ടുള്ളത് മൈക്രോ ഫൈബർ ആണ്. ഈ ഒരു മൈക്രോ ഫൈബർ ഈ സംഭവം നമുക്കിത് റിമൂവ് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് വെക്കാൻ പറ്റും. നല്ല രസമുണ്ട്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടോ. അപ്പൊ ഇത് റിമൂവ് ചെയ്തിട്ട് നമ്മളുടെ എത്ര കട്ടി വേണം എന്ന് അനുസരിച്ച് നമുക്കത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇനി ഞാൻ ബെഡ്ഷീറ്റ് കാണിച്ചു തരാം. ഈ ബെഡ്ഷീറ്റിന് 4 കളറുണ്ട്. കളർ നമുക്ക് ചൂസ് ചെയ്യാൻ 4 കളേഴ്സ് ഉണ്ട്. ഇത് വന്നിട്ട് കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്, ഹൈ ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ 2 കളറാണ് ചൂസ് ചെയ്തത്. ഇത് ഈ ബെഡ്ഷീറ്റ് ഭയങ്കര മാച്ച് ആവുന്ന കളർ കേട്ടോ. ഭയങ്കര റിച്ച് ലുക്ക് വരുന്ന കോട്ടൺ ആണ്. ആൻഡ് ഇതിന്റെ വേറെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ബെഡ്ഷീറ്റ് ആണെങ്കിൽ പോലും കവറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. കാണിച്ചു തരാം. തലേക്ക് ഇതേപോലെ കേട്ടോ. ഇത് നമുക്ക് ഒരു പില്ലോ കവർ ഇടുന്നത് പോലെ ബെഡ് കവർ ആയിട്ട് ഇടുന്ന സംഭവമാണ്. ചുറ്റും നമുക്ക് ഈ ഒരു എലാസ്റ്റിക് സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഉടുപ്പിട്ട് കൊടുക്കുന്ന ഒരു പോലെ ഇരിക്കും. ആൻഡ് ഇതാ അവരുടെ തന്നെ 2 പില്ലോ കവറും ഉണ്ട്. ഈ ബെഡ്ഷീറ്റിൻ്റെ ഫാബ്രിക്കും ടെക്സ്ചറും എടുത്ത് പറയേണ്ടതാണ്. അത്രയും സോഫ്റ്റാണ് ആൻഡ് അത്രയും പ്യോർ കോട്ടൺ ആണ്. നമ്മൾ ബെഡ്ഷീറ്റായിട്ട് യൂസ് ചെയ്യാൻ ഏറ്റവും പെർഫെക്റ്റ് ചോയ്സാണ് കേട്ടോ. ഈ ബെഡിന് 3 ലെയേഴ്സാണ് കേട്ടോ വരുന്നത്. അത്രയും റിവ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ വാങ്ങിയതും. എനിക്കും അമ്മയ്ക്കും നമ്മൾ വാങ്ങിയത് അത്രയും റിവ്യൂസ് കണ്ടിട്ടാണ്. കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ബെഡ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ലിങ്ക് കൊടുത്തിരിക്കാൻ ഡിസ്ക്രിപ്ഷനിൽ. പിന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണേ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല ഈ ബാഗ് വാങ്ങിച്ചിട്ട്. അപ്പൊ നീ ഇത് ചെറുതല്ലേ വാങ്ങിച്ചത്? ഇത് ചെറുതാണോ വലുതാണോ? ഇത് ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ ലൊക്കേഷനിൽ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ച ബാഗാണ് ആമസോണിൽ നിന്ന്. ഇപ്പൊ വന്നപ്പോൾ പൊട്ടിച്ച് കാണിക്കാൻ വിചാരിച്ചു. അവരുടെ സെയിം ബാഗല്ലേ. ഇതാണ് ബെന്നിക്കും ശ്വേതയ്ക്കൊക്കെ ഉള്ളത്. ഇതിനകത്താകുമ്പോൾ നമുക്ക് എല്ലാം വെക്കാൻ പറ്റും. സെയിം ബാഗാണ്. ഇവിടെ കുറേ ബ്രഷുകളും ബാക്കി സാധനങ്ങളൊക്കെ വെക്കാം. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യമാണ്.
ഇതെന്നാ ഇത്? ഇത് മാർസിന്റെ ബ്രഷാണ്. കുറെ ബ്രഷുകളാണ്, ചെറിയ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. ആൻഡ് ഇത് വന്നിട്ട് ഇത് ഇങ്ങനെയുണ്ടല്ലോ ടിഷ്യൂ. ഇതും ഇതിൻ്റെ കൂട്ടത്തിലുള്ളതായിരുന്നു. 1 2 3 4 ഒരു ഐറ്റം കൂടെ ഉണ്ട്. അത് നോക്കട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അനുഭവിച്ച കയറി. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും കഴിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട് ബിരിയാണി? പറ. എന്നിട്ട് നീ പിന്നെ വായിൽ കൂടെ അല്ലാതെ പിന്നെ എങ്ങനെ കഴിക്കണത്? വേറെ സ്ഥലം ഉണ്ടായിരുന്നോ? വേറെ ഗതിയില്ല, വിശന്നിട്ട് കഴിക്കുന്ന. ഉപ്പുമില്ല, എരിയില്ല, പുളിയില്ല. ആണോ? ഞാൻ കഴിച്ചു നോക്കട്ടെ എന്തായാലും. ഉപ്പുണ്ട്, എന്തോ ഒരു കുറവുണ്ട്. ഉപ്പിന് ശകലം. പാട്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പം ഇത് മാറ്റി, ജഗ് മാറ്റി, നിന്റെ മോന്ത കാണട്ടെ. ഓക്കെ, എന്നെ കാണുന്നില്ലല്ലോ. ഉപ്പ് എന്തോ ഒരു ചെറിയൊരു കുറവുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ശകലം എടുത്തിട്ടുള്ളൂ, ഡൈറ്റാ, അത്രേ ഉള്ളൂ. എന്തോ കുറവ്? ഒരു കുറവും ഇല്ല. അതുണ്ടായി, അത് അമ്മ ഉണ്ടാക്കിയോണ്ട് അമ്മ ഇത് തോന്നിയ നിനക്കൊക്കെ ഉണ്ടാക്കി തന്നെ എന്നെ വേണം ആദ്യം അടിക്കാൻ. അത് നമ്മൾ ചെയ്യൂല, അത് നമ്മൾ ചെയ്യൂല ഗൈസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് പറ. കേക്ക് മുറിക്കുന്നില്ലേ? അമ്മ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? കേക്ക് മുറിക്ക്, കേക്ക് മുറിക്ക്. കേക്ക് വേണ്ട, പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.